സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നിപ ബാധിച്ച് മരിച്ചയാളുടെ റൂട്ട് മാപ്പ് പുറത്ത്. പാരമ്പര്യ വൈദ്യനെ കണ്ടു, പോലീസ് സ്റ്റേഷനിലും സമ്പർക്കം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇല്ലാതാക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ ശ്രമം. വയോസേന സേവന പുരസ്കാരം 2024 തിരുവനന്തപുരം നഗരസഭയ്ക്ക്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് പുതിയ കോച്ചുകൾ. മലയാള സിനിമയിൽ പുതിയ സംഘടന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ്. സ്വർണ്ണവില റെക്കോർഡിലേക്ക്, പവന് 55,000 രൂപ കടന്നു. തമിഴ്നാട്ടിൽ സാംസങ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മൈനാഗപ്പള്ളി അപകടം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രിക കാറിടിച്ചു മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഒപ്പം സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് 2 ആഴ്ചക്കകം സമർപ്പിക്കാൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ അംഗം VK ബീനകുമാരി ആവശ്യപ്പെടുകയും ചെയ്തു. കാറിൽ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ അത്ഭുതകരമാണെന്നും അവർ പറഞ്ഞു. സംഭവത്തിൽ കാർ ഓടിച്ച അജ്മലും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ശ്രീകുട്ടിയും പോലീസ് കസ്റ്റഡിയിലാണ്. തിരുവോണനാളിൽ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ കാറിടിച്ചു വീഴ്ത്തിയ അജ്മൽ നിലത്ത് വീണ് കിടന്നിരുന്ന സ്ത്രീയുടെ ദേഹത്തു കൂടി വാഹനം കയറ്റി ഇറക്കുകയായിരുന്നുവെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കുഞ്ഞുമോൾ 45 ഞായറാഴ്ച രാത്രിയോടെ മരിക്കുകയായിരുന്നു. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കുഞ്ഞുമോളും കൂടെയുണ്ടായിരുന്ന ഫൗസിയയും തിരികെ പോകുമ്പോഴായിരുന്നു സംഭവം. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയ പരിക്കേറ്റ് ചികിത്സയിലാണ്. അപകടമുണ്ടായ ശേഷം നാട്ടുകാർ കാർ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വണ്ടി നിർത്താതെ പോവുകയായിരുന്നു. വാഹനം മുന്നോട്ടോടിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ അജ്മലിനൊപ്പം ശ്രീകുട്ടിയെയും പ്രതി ചേർക്കാം. ഇരുവരും മദ്യപിച്ചായിരുന്നുവെന്ന കാര്യം അജ്മൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശോധിക്കുന്നതിനായി 2 പേരുടെയും രക്ത സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. സ്കൂട്ടർ യാത്രിക കാറിടിച്ചു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കി. കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയാണ് ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയത്. ഇവിടുത്തെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി. വാഹനം ഓടിച്ചിരുന്ന അജ്മലിനോടൊപ്പം ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് ആശുപത്രിയുടെ നടപടി. അതിനിടെ സ്കൂട്ടർ യാത്രക്കാരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ 2 പേർക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തി. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തുമ്മൽ സ്വദേശി അജ്മൽ 29, ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഡോക്ടർമാരായ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുട്ടി എന്നിവർക്കെതിരെയാണ് മനഃപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തിയത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇല്ലാതാക്കാൻ ശ്രമം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള വാർത്താക്കുറിപ്പിൽ വിശദമാക്കി. ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണിത്. മാനദണ്ഡം അനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്. മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചിട്ടു കാട്ടി എന്നും മറ്റുമുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണ്. വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണുവാൻ. ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമായോ അല്ല. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് കേന്ദ്രത്തിൽ നൽകിയത്. മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്തഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്ന് കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സമർപ്പിക്കുന്നതാണ്. ഇത് ചിലവഴിച്ച തുകയുടെ കണക്കുകൾ അല്ല, മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണ്. വസ്തുത ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അസദ് മീഡിയ.
മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച 24-കാരന്റെ റൂട്ട് മാപ്പ് പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 9 വരെയുള്ള വിശദമായ റൂട്ട് മാപ്പാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ, വണ്ടൂർ നിംസ്, പെരിന്തൽമണ്ണ EMS മെഡിക്കൽ കോളേജ്, ഫാസിൽ ക്ലിനിക്, JMC ക്ലിനിക് എന്നിവിടങ്ങളിൽ സമ്പർക്കമുണ്ടായതാണ് റൂട്ട് മാപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ കരുളായിയിലെ പാരമ്പര്യ വൈദ്യൻ ബാബുവുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ട്. പനി ബാധിച്ച് ഇയാളിൽ നിന്നും യുവാവ് ചികിത്സ തേടിയിരുന്നു. യുവാവ് സന്ദർശിച്ച 2 ക്ലിനിക്കുകളും വണ്ടൂരിലുള്ളതാണ്. മലപ്പുറം നിപ്പ കൺട്രോൾ സെൽ ആണ് റൂട്ട് മാപ്പ് പുറത്തിറക്കിയത്. ഈ കാലയളവിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചവർ നിപ്പ കൺട്രോൾ സെല്ലുമായി ബന്ധപ്പെടണം. ജനശതാബ്ദിക്ക് പുതിയ കോച്ചുകൾ വരുന്നു. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് റെയിൽവേ LHB കോച്ചുകൾ അനുവദിച്ചു. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കോച്ചുകളാണിത്. തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസിൽ ഈ മാസം 29 മുതലും കണ്ണൂരിൽ നിന്നുമുള്ള സർവീസിൽ 30 മുതലും പുതിയ കോച്ചുകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനശതാബ്ദിയിലെ പഴയ കോച്ചുകൾ മാറ്റണമെന്ന യാത്രക്കാരുടെ ഏറെ നാളെയുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത്. അതേസമയം കണ്ണൂർ ജനശതാബ്ദി പ്രതിദിന സർവീസ് ആക്കണമെന്ന ആവശ്യം നടപ്പായിട്ടില്ല. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, എറണാകുളം മംഗളൂരു ഇന്റർസിറ്റി എന്നിവയുടെ കോച്ചുകൾ മാറുന്നതും പരിഗണനയിലുണ്ട്. മലബാർ, മാവേലി, പരശുറാം തുടങ്ങിയ ട്രെയിനുകൾക്കും പുതിയ കോച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ഏറെ നാളെയുണ്ട്. പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അധ്യാപിക മരിച്ചു. പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അധ്യാപിക ചികിത്സയ്ക്കിടെ മരിച്ചു. കാസർഗോഡ് കരക്കോട് പാലത്തിന് സമീപം താമസിക്കുന്ന പനങ്ങാട് LP സ്കൂളിലെ അധ്യാപിക M മഞ്ജുള 30 മരിച്ചത്. ഞായറാഴ്ച പനിയെ തുടർന്ന് മാവുങ്കാൽ സ്വകാര്യ ആശുപത്രിയിൽ ടീച്ചറെ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും നില ഗുരുതരമായതിനാൽ മംഗലാപുരം KMC ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ മരണം സംഭവിച്ചു. കാഞ്ഞിരപ്പൊയിലിലെ മാധവൻ നാരായണി ദമ്പതികളുടെ മകളാണ് മഞ്ജുള. ഭർത്താവ് സുരേന്ദ്രൻ, മക്കൾ അനാമിക, അമയ് വിദ്യാർത്ഥിനി, സഹോദരങ്ങൾ മനോജ്, മഹേഷ്. വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ വയോസേവന പുരസ്കാരം 2024 തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചു. ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ വയോജനങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ ആസൂത്രണം ചെയ്തെന്നും ആ സേവനങ്ങൾക്കെല്ലാം ചേർത്ത് ലഭിച്ച അംഗീകാരമാണിതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. വയോജനങ്ങളുടെ ക്ഷേമം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണെന്നും നാടും നഗരവും വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോൾ ചേർത്ത് നിർത്തേണ്ടവരാണ് അവരെന്നും ആര്യ കൂട്ടിച്ചേർത്തു. വയോജനങ്ങളുടെ ക്ഷേമം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണെന്നാണ് കരുതുന്നത്. തീർച്ചയായും ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. നഗരത്തിലെ മുതിർന്ന പൗരന്മാരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുന്നുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. വയോജനോത്സവം പോലുള്ള പുതിയ പദ്ധതികൾ കൂടി നടപ്പിലാക്കി വയോജനങ്ങൾക്ക് മികച്ച ജീവിതാനുഭവം, ഉയർന്ന ജീവിതം നിലവാരം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. വയോജന സൗഹൃദ നഗരമെന്ന ഖ്യാതിയിലേക്ക് കൂടെ നമുക്ക് ഒരുമിച്ച് ഉയരാം. നമ്മുടെ നഗരത്തിനൊപ്പം അവരും സ്മാർട്ടാകട്ടെ, മേയർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ പ്ലാന്റിൽ പണിമുടക്കിയതിൻ്റെ പേരിൽ അറസ്റ്റിലായ സാംസങ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CITU. സമരം ആസൂത്രണം ചെയ്തതിൻ്റെ പേരിൽ 100-ലധികം ജീവനക്കാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരമായി ഇടപെടാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് CITU ആവശ്യപ്പെടുകയും ചെയ്തു. കൂലി വർധന, തൊഴിൽ സമയം പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങളുമായി നൂറുകണക്കിന് സാംസങ് ഇലക്ട്രോണിക് ജീവനക്കാർ സെപ്റ്റംബർ 10 മുതൽ പ്രതിഷേധിച്ചു വരികയായിരുന്നു. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പങ്കുവഹിക്കുന്ന കമ്പനിയാണ് സാംസങ്. സാംസങ്ങിൻ്റെ വാർഷിക വരുമാനമായ $12 ബില്യൺ $3 ലഭിക്കുന്നത് ഈ കമ്പനിയിൽ നിന്നാണ്. ഫാക്ടറിയിൽ സംഘടന വിലക്ക് എന്ന അപകീർത്തിത നിയമത്തിലൂടെ തൊഴിലാളികളുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നും CITU പറഞ്ഞു. സാംസങ് ഇന്ത്യ ശ്രീപെരുമ്പത്തൂർ പ്ലാന്റിലെ മൊത്തം 1723 തൊഴിലാളികളിൽ 90% പേരും ഇന്ന് 8ാം ദിവസമായ പണിമുടക്കിലാണ്. അവരുടെ കൂട്ടായ്മയ്ക്കുള്ള അവകാശം, വിലപേശലിനുള്ള അവകാശ ഭൂരിപക്ഷ യൂണിയനുമായി മാനേജ്മെൻറ്റ് ഫലപ്രദമായ ചർച്ച ആരംഭിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. സംഘടനാ വിലക്ക് നയം ഉപയോഗിച്ച് തൊഴിലാളികളുടെ ഈ ജനാധിപത്യ അവകാശങ്ങൾ തടയാൻ ശ്രമിക്കുകയാണ് സാംസങ് മാനേജ്മെൻറ്റ്. കൂടാതെ ട്രേഡ് യൂണിയൻ ആക്ട് 1926, വ്യാവസായിക തർക്ക നിയമം 1947 എന്നിവർക്കൊപ്പം ILO കൺവെൻഷനുകളുടെ 87, 80, 98 ഇൻ്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ് എന്നിവ നൽകുന്ന അവകാശങ്ങൾ നഗ്നമായി ലംഘിക്കുകയാണ് CITU പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. യാത്രക്കിടെ ട്രെയിനിൽ നിന്നും 74-കാരൻ മരിച്ചു. പെരിന്തൽമണ്ണ താഴേക്കോട്ടെ KM അബ്ദുൾ റസാഖ് ഹാജി 74 മരണപ്പെട്ടത്. ശനിയാഴ്ച രാത്രി ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് തുരന്തോ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്തതിനാണ് അപകടം സംഭവിച്ചത്. തബ്ലീഗ് ജമാഅത്ത് സംഘടനക്കൊപ്പമായിരുന്നു യാത്ര. മുംബൈയിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് പോകാനായിരുന്നു ലക്ഷ്യം. കൂടെയുള്ളവർ രാവിലെ ഇദ്ദേഹത്തെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. മക്കൾ ഇബ്രാഹിം, ഫൈസൽ, ഏർനാട് ഫൈനസ്, മലപ്പുറം,
ഹസ്നത്ത് ഫെമി ബംഗളൂരു, ഫാത്തിമ ഫെസി ഹുബൈത്ത്, മരുമക്കൾ ഹനാൻ മങ്കട, ഹബീബ് ബംഗളൂരു, സൂരജ് കോട്ടക്കൽ. പെരിന്തൽമണ്ണയിൽ നിന്ന് ബന്ധുക്കൾ സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. സ്വർണ്ണം പവന് 50,000 രൂപ കടന്നു. ഗ്രാമിന് 6,880 രൂപയായി ഉയർന്നു. തിങ്കളാഴ്ച 120 രൂപ കൂടിയതോടെ പവൻ്റെ വില 55,040 രൂപയായി. 4 ദിവസത്തിനിടെ 1,400 രൂപയാണ് വർദ്ധിച്ചത്. മെയ് 20 രേഖപ്പെടുത്തിയ 55,120 രൂപയാണ് കേരള വിപണിയിലെ അവസാന റെക്കോർഡ്. ഡോളർ ദുർബലമായതോ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചുമെന്ന റിപ്പോർട്ടുകളുമാണ് സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തിന് കാരണം. പലിശ നിരക്ക് കുറക്കുന്നതിൽ തീരുമാനം എടുക്കുന്ന ഫെഡ് യോഗം 17-18 തീയതികളിൽ ചേരാനിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കാഞ്ഞിരോട് സെൻട്രൽ LP സ്കൂൾ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. മുദ്ര എൻ്റെ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് കാഞ്ഞിരോട് സെൻട്രൽ LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം മുൻ MP KK രാഗേഷ് നിർവഹിച്ചു. മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ അധ്യക്ഷയായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകുന്ന 65 ലക്ഷം രൂപയും മാനേജ്മെൻറ്റിൻ്റെ 65 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കാഞ്ഞിരോട് സെൻട്രൽ LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് E പ്രവീണ സ്വാഗതം പറഞ്ഞു. മുദ്ര വിദ്യാഭ്യാസ ജനറൽ കൺവീനർ PP ബാബു മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KK നൗമാരി, മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A പങ്കജാഷൻ, ഉമേഷ് കപ്പാടങ്ങാട്, ശശിധരൻ പാട്ടേത്ത്, വാർഡ് മെമ്പർമാരായ K ബാലൻ, M ചിത്ര, VR സുധീർ, M ഗംഗാധരൻ, C മനോജ്, P ഓമന, P സുജില, PP ഫൽഗുനൻ, RK പത്മനാഭൻ, K വേണു, KP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അവർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന് അംഗീകരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നിലയിൽ ഒരു എയ്ഡഡ് സ്കൂളിന് കേരളത്തിൽ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലില്ലാതെ ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിന് ഇതുപോലെ സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ചലഞ്ച് ഫണ്ട് അങ്ങനെ കുറച്ച് സ്കൂളുകൾക്ക് കുറച്ച് സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എയ്ഡഡ് സ്കൂളിന് കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി സഹായം ലഭിക്കുന്നത് അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ വിവിധ സ്കൂളുകൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും അത് ലഭ്യമാക്കിയിട്ടുണ്ട്. 65 ലക്ഷം രൂപ നമുക്ക് നൽകിയിട്ടുണ്ട്. IOCയുടെ പ്രതിനിധികൾ ഇവിടെ വരേണ്ടതായിരുന്നു, പക്ഷെ വന്നില്ല. ശ്രീമതി ഗീതിക മെഹ്റ അവരിവിടെ വരേണ്ടതായിരുന്നു, വന്നില്ല. എന്തുതന്നെയാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് നിറഞ്ഞ മനസ്സോടെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ തറക്കല്ലിടൽ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം അഭ്യർത്ഥിക്കുന്നത് ഒരു വർഷം മലയാള സിനിമയിൽ പുതിയ സംഘടന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. സംവിധായകരായ ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രജി, നടി റിമ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. സംഘടനയെക്കുറിച്ച് സിനിമാ പ്രവർത്തകർക്ക് കത്ത് നൽകി. തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുത്തൻ സിനിമ സംസ്കാരം രൂപീകരിക്കുമെന്നാണ് വാദം. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, സമത്വം, സഹകരണം, സാമൂഹിക നീതി എന്നിവയ്ക്കു വേണ്ടി നിലകൊള്ളും, പിന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ മുന്നോട്ടിറങ്ങണമെന്നും കത്തിലുണ്ട്. CPM കൂടാളി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചു. മട്ടന്നൂർ ഏരിയ സെക്രട്ടറി M രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം E സജീവൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി PP നൌഫൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ CH വത്സം മാസ്റ്റർ CPI, RK സന്തോഷ് കോൺഗ്രസ്, TP താഹ മാസ്റ്റർ IUML, KM വിജയൻ മാസ്റ്റർ കോൺഗ്രസ് S, KV പുരുഷോത്തമൻ NCP, പഞ്ചായത്ത് മെമ്പർ മനോഹർ മാസ്റ്റർ, PK വേണുഗോപാലൻ, C സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.